ഇന്ന് സവാള വഴറ്റാതെ ബ്രെഡ് പൊടി ഒന്നും ചേർക്കാത്ത നല്ലൊരു ടേസ്റ്റി കട്ലറ്റാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് സാധനങ്ങൾ മതി തയ്യാറാക്കാൻ. ഇതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 2 കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. തുടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത് വലിയ പച്ചമുളകാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനി കുറച്ച് ഇറച്ചി ഞാൻ മുളക് പൊടി ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുള്ളി എണ്ണ കയ്യിലാക്കി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. എണ്ണ ഇല്ലാതെ ഇത് കയ്യിൽ ഒട്ടുമൊന്നുമില്ല. നമുക്കിത് കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്യാം. വട്ടത്തിലാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഞാൻ മുട്ടയുടെ മസാലയിൽ മുക്കി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇതായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അധികം സാധനങ്ങളൊന്നും വേണ്ട. എല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.